വോട്ടെടുപ്പ് ദിനത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പരാതി. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ മംഗലാംകുന്ന് 12ാം വാർഡ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് മുൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമായ കെ രാമകൃഷ്ണനെതിരെയാണ് പരാതി. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ 10:30യോടെയാണ് പോളിംഗ് ബൂത്തിന് സമീപത്തെ UDFന്റെ ബൂത്തിൽ നിന്നും സ്ഥാനാർത്ഥി പണം നൽകുന്ന വീഡിയോ ദൃശ്യം പുറത്തുവന്നത്. തീർച്ചയായും ജനാധിപത്യത്തെ അവഹേളിക്കുന്ന പ്രവൃത്തിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നും കുറ്റം ചെയ്ത ആൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്നും അവസാനത്തെ പിടിവള്ളി എന്ന നിലയിലാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നും LDF പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി B. രാജേഷ് പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ രാമകൃഷ്ണൻ മാസ്റ്റർ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി പണം നൽകുന്ന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് മംഗലാംകുന്ന് ജയിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ള വലിയ ആക്ഷേപം ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ പ്രാവശ്യം മംഗലാംകുന്ന് കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാമകൃഷ്ണൻ മാസ്റ്റർ പണം വിതരണം ചെയ്തത്. തീർച്ചയായിട്ടും ജനാധിപത്യത്തെ അവഹേളിക്കുന്ന പ്രവൃത്തിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും രാമകൃഷ്ണൻ മാസ്റ്റർ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. വോട്ടർമാരെ വികസനം പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് വാങ്ങേണ്ടതിന് പകരം പണം നൽകിയും മദ്യം നൽകിയും വോട്ട് സ്വാധീനിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു സ്ഥിരം സ്വഭാവമാണ്. തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം LDFന്റെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഈ കുറ്റം ചെയ്ത ആൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും നൽകുന്നതിന് വേണ്ടി LDFന്റെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവസാനത്തെ ഒരു പിടിവള്ളി എന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡെങ്കിലും ജയിക്കാൻ കഴിയുമോ എന്നുള്ള പരിശ്രമത്തിലാണ് കോൺഗ്രസ്. തീർച്ചയായിട്ടും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇത്തരം വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതി പൂണ്ടുകൊണ്ടെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴി പറഞ്ഞു. രാഷ്ട്രീയത്തിലെ കാര്യങ്ങളെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും അവബോധമുള്ള രാമകൃഷ്ണനെ പോലുള്ള ഒരാൾ ഒരിക്കലും ഇത്രയും പരസ്യമായി വോട്ടർമാർക്ക് പൈസ നൽകില്ല. അതൊരിക്കലും വോട്ടിനു വേണ്ടിയുള്ള പണവിതരണമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ പുറത്തെ ബൂത്തിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു 84 വയസ്സ് കഴിഞ്ഞ നാരായണകുട്ടി പുത്തൻ വന്ന് ഓട്ടോയിൽ വന്നാണ് പൈസ ഇല്ല, കൊടുക്കാനുള്ള ചില്ലറ ഇല്ല പറഞ്ഞു. അപ്പോൾ എത്ര വേണ്ട വെച്ച് 200 റുപ്യ തരണം പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല. അടുത്ത് ഹരി ഇരുന്നിരുന്നു. ഹരിയോട് ചോദിച്ചു, എന്താ പറഞ്ഞു. അതിൽ ഒരു 100 രൂപപ്പൊടി 50 രൂപപ്പൊടി 2 20 ഒരു 10 ചില്ലറായിട്ട് അയാൾ തന്നു. അത് എൻ്റെ തന്ന് ഞാൻ അത് അയാൾക്ക് കൊടുത്തു. ഒക്കെ പരസ്യമാണ്, രഹസ്യമായിട്ട് ഒന്നുമില്ല. ബൂത്തിലിരിക്കുമ്പോൾ സ്ത്രീകൾ കുറേ ഉണ്ട്, അങ്ങേപ്പുറത്തൊക്കെ നിറയെ ആൾക്കാരുണ്ട്. അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് പൈസ ചോദിച്ചപ്പോൾ കൊടുത്തതാണ്. അതിൽ യാതൊരു കളങ്കവും ഇല്ല, ഒരു നുണയില്ല, ഒരു സത്യമില്ല. ഇപ്പം അന്വേഷിച്ചപ്പോൾ അയാളെ ഫോൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ന്യൂസൊക്കെ വന്നപ്പോൾ അയാളെ ഫോൺ ചെയ്തപ്പോൾ അയാളെ കിട്ടുന്നില്ല. അയാളെ ആരെ ഒളിപ്പിച്ച് വെച്ച പോലെ അയാളെ വീട്ടിലും ഇല്ല. അയാളുടെ വീട്ടിലല്ല, അയാളുടെ മകളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെയും കാണില്ല. അയാളെ ആരും ഒളിപ്പിച്ച് വെച്ച പോലെ തോന്നുന്നു. അയാളുടെ ജീവന് തന്നെ അപകടത്തിലാണോ സംശയം എനിക്കുണ്ട്. കാരണം 89 വയസ്സായ ഒരു വൃദ്ധനാണ്. അസുഖബാധിതനായതിനാൽ ഓട്ടോ പിടിക്കാനായി പണം ആവശ്യപ്പെട്ടപ്പോൾ തന്റെ കയ്യിൽ ഇല്ലാതിരുന്നിട്ടും അടുത്തുള്ള ആളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി നൽകുകയായിരുന്നുവെന്നും അതിനെ ഇത്തരത്തിൽ വളച്ചൊടിക്കുമെന്ന് കരുതിയില്ലെന്നും 12ാം വാർഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഒരു വോട്ടർക്ക് പൈസ കൊടുത്തു എന്ന വ്യാജം പ്രചരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ പരാജയ ഭീതി പൂണ്ടുകൊണ്ടാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയം ആ കാര്യത്തിലില്ല. കാരണം അദ്ദേഹത്തെ പോലെ രാമകൃഷ്ണനെ പോലെയുള്ള ഒരു രാഷ്ട്രീയത്തിൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ പരസ്യമായിട്ട് എല്ലാവരുടെയും കാണുക മുന്നിലിരുന്ന് ഒരു വോട്ടർക്ക് പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തീർത്തും അവിശ്വസനീയമാണ്. അത്തരത്തിൽ ഒരു വിധത്തിലും ചെയ്യില്ല. അതിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. ഇവർ പരാജയ ഭീതി കൊണ്ട് ഇവർ ഉന്നയിക്കുന്ന ചില ആരോപണമാണ്. പിന്നെ മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വ്യക്തമാണ് കൊടുത്തത് എങ്ങനെയാണ് എന്നുള്ളത്.
പൈസ സ്വന്തം പോക്കറ്റിൽ നിന്നല്ലാതെ അവിടുന്ന് ഒരാളിൽ നിന്ന് വാങ്ങിക്കുന്നു, അത് അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഒരു 100 രൂപയും 50 രൂപയും 2 20 ഒരു 10 നോട്ട് കൊടുക്കും, 200 രൂപ കൊടുക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇത് കാത്തിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ ഈ തെരഞ്ഞെടുപ്പിന് ഭാഗമായിട്ടൊന്നുമില്ല. അദ്ദേഹം ചോദിച്ചപ്പോൾ സ്വാഭാവികം നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹത്തെ ഫോൺ എടുക്കുകയോ, അദ്ദേഹത്തിന് വീട്ടിൽ അദ്ദേഹമില്ല, അദ്ദേഹത്തിന് ഫോൺ എടുക്കുന്നില്ല. പിന്നെ അതിൽ ചില കോൾ റെക്കോർഡ്, അദ്ദേഹത്തിൻ്റെ ശബ്ദമാണെന്ന് സംശയിക്കാവുന്ന ചില കോൾ റെക്കോർഡുകൾ 1000 രൂപ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ അവർ ചോദിക്കുന്നു. അതിന് അദ്ദേഹം ആദ്യമൊന്നും പ്രതികരിക്കുന്നില്ല. അവസാനം ഒരു മറുപടി പറയുന്നത് പോലെ 1000 രൂപ എന്ന് പറയുന്നു, നിങ്ങൾക്ക് എത്ര കിട്ടി, 500 1000 എന്നൊക്കെ ചോദിക്കുമ്പോൾ 1000 എന്ന് പറയുന്ന പോലെ ചില ഇത് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദമാണെന്ന് സംശയിക്കാവുന്ന രീതിയിൽ കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഈ പരിസരത്ത് എവിടെയും ഉള്ളതായി കാണുന്നില്ല. അപ്പം അങ്ങനെ അവർക്ക് എടുക്കണമെങ്കിലും അദ്ദേഹം അവരുടെ കസ്റ്റഡിയിലാണോ എവിടെ ആണെന്നുള്ളത് വ്യക്തമല്ല. അപ്പം ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു വിജയം കണ്ടെത്താം എന്നതല്ലാതെ അതിനപ്പുറം ഇതിനകത്ത് യാതൊരു വസ്തുതയും ഇല്ല. ഇത് മാത്രമല്ല, ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുകയും നമ്മൾ അതുമായിട്ട് പരാതിയായി മുന്നോട്ട് പോവുകയും ചെയ്യും. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.